السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈനി വൽ ഖമീസ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും തുറക്കപ്പെടുന്നതാണ്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊന്നിനെയും പങ്കുവെക്കാത്തതായ മുഴുവൻ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം അവൻ പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, എന്നാൽ ശിർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. എന്താണ് അവൻ്റെ പ്രത്യേകത എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന. അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ ഒരു പ്രയാസം അവർക്ക് തമ്മിലുണ്ട്, വല്ലാത്തൊരു വൈരാഗ്യം അവർക്ക് തമ്മിലുണ്ട്. അങ്ങനെയുള്ള രണ്ടാളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. ഫയഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ. അവരെ രണ്ടുപേരും സുൽഹിലാകുന്നത് വരെ, അവർ രണ്ടുപേരും നല്ല രൂപത്തിലാകുന്നത് വരേക്കും അവരുടെ വിഷയത്തിൽ നിങ്ങളൊന്ന് കാത്തിരിക്കണം, അവരെ ഒന്ന് പിന്തിപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് പല ബന്ധങ്ങളും പല കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ദീനീപരമായി നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് ഒരു കാരണവശാലും വൈരാഗ്യവും അതുപോലെ തന്നെ വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുക എന്നുള്ളത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഗ്ഫിറത്ത് തടയാൻ അത് കാരണമായി തീരുമെന്നാണ് ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു വാചകം കാണാം, വല്ലാഹിറു അന്ന മഗ്ഫിറത കുല്ലി വാഹിദിൻ മുതവഖിഫത്തുൻ അലാ സഫാഇഹി വസവാലി അദാവതിഹി. ഈ ഹദീസിൽ നിന്നും പ്രകടമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരാളുടെ മഗ്ഫിറത്ത്, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക എന്നുള്ളത് അത് അയാളുടെ ശുദ്ധത, അയാളുടെ സഫായിനനുസരിച്ച് കൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക. അതായത് ഒരു മനുഷ്യൻ നല്ല ഹൃദയമുള്ളൊരു മനുഷ്യനാണ് എങ്കിൽ, അതായത് അള്ളാഹുവിൽ പങ്കുവെക്കാത്ത നല്ല ശുദ്ധമായ മനസ്സിൻ്റെ ഒരു ഉടമയാണ് എങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ആ മനുഷ്യന് ഗുഫ്രാനുദ്ദം, അവൻ്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് പ്രകടമായി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നല്ലൊരു ഹൃദയമുണ്ട് എങ്കിൽ മറ്റാളോടും വൈരാഗ്യമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഹസദോ അസൂയോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹൃദയം നമുക്കുണ്ട് എങ്കിൽ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസവും ഇല്ലാതെ പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.